രാജ്യം ശനിയാഴ്ച 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ 3 പതിറ്റാണ്ടിലേറെ രാജ്യത്തിന്റെ കാവൽക്കാരനായി സേവനമനുഷ്ഠിച്ച ചാലിശ്ശേരി കടവാരത്ത് വീട്ടിൽ ക്യാപ്റ്റൻ കെ സുബ്രഹ്മണ്യന് ഇത് അഭിമാനത്തിന്റെയും ഓർമ്മകളുടെയും ദിനമാണ്. 88ാം വയസ്സിലും സൈനിക സേവനകാലത്തെ ഓർമ്മകളും മെഡലുകളും ബഹുമതികളും നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുകയാണ് ഇദ്ദേഹം. രാജ്യത്തിന്റെ നിർണായക സൈനിക ഘട്ടങ്ങൾക്ക് സാക്ഷിയായ സൈനികൻ കൂടിയാണ്. 1961-62 ഇന്ത്യ ചൈന സംഘർഷകാലത്തും 1965-1971 വർഷങ്ങളിലെ ഇന്ത്യ പാക് യുദ്ധകാലത്തും സൈനിക സേവനത്തിലുണ്ടായിരുന്ന സുബ്രഹ്മണ്യൻ 1959-ലാണ് സേനയിൽ ചേർന്നത്. വയർലെസ് ഓപ്പറേറ്ററായി സൈനിക ജീവിതം ആരംഭിച്ച അദ്ദേഹം നാഗാലാൻഡ്, മണിപ്പൂർ, അമൃതസർ, കൽക്കത്ത, ജലന്ധർ, ഗോവ തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. ജബൽപൂരിൽ നിന്ന് 1989-ൽ ക്യാപ്റ്റനായി വിരമിച്ചു. 31 വർഷത്തോളം നീണ്ടുനിന്ന സൈനിക സേവനമാണ് അദ്ദേഹത്തിന്റേത്. ചാലിശ്ശേരി SSUP സ്കൂളിൽ 8ാം ക്ലാസ് വരെ പഠിച്ച സുബ്രഹ്മണ്യൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചാത്തന്നൂരിലാണ് പൂർത്തിയാക്കിയത്. സൈനിക ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവങ്ങൾ നാഗാലാൻഡിലെ സേവനകാലത്തേതാണെന്ന് അദ്ദേഹം പറയുന്നു. കൃത്യമായ താമസ സൗകര്യങ്ങളോ ആവശ്യമായ കെട്ടിടങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് കടുത്ത പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്നു സേവനം. വാർത്താവിനിമയത്തിനായി ലൈൻ കമ്മ്യൂണിക്കേഷനു പകരം വയർലെസ് സംവിധാനമായിരുന്നു പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. പ്രത്യേക വാഹനങ്ങളിൽ ഘടിപ്പിച്ച ഉപകരണങ്ങളിലൂടെയായിരുന്നു സന്ദേശങ്ങൾ കൈമാറിയത്. പ്രതികൂല കാലാവസ്ഥയിലും ദുഷ്കരമായ സാഹചര്യങ്ങളിലും വാഹനങ്ങളിൽ ഇരുന്നു തന്നെ വയർലെസ് ഓപ്പറേഷൻസ് നിർവഹിക്കേണ്ടി വന്നിരുന്നുവെന്ന് അദ്ദേഹം ഓർക്കുന്നു. ഫിസിക്കൽ ട്രെയിനിങ് നോക്കുന്നു അത്ര ടഫ് ഒന്നുമില്ല. ആദ്യത്തെ ഇതുപോലെയുള്ള ഡിസിപ്ലിനും വളരെ കുറവേ ഉള്ളൂ. അതുപോലെ ഡിസിപ്ലിൻ വളരെ ഇതാണ്. ഡിസിപ്ലിൻ ഇല്ലാതെ ആർമി നടക്കില്ല. 65-ലുണ്ട്, അത് ഇന്ത്യ പാക്ക്. പിന്നെ 71-ലുണ്ട് ബംഗ്ലാദേശ് വാർ, ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫീൽഡിലുണ്ടായിരുന്നു. വളരെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളതൊക്കെയാണ് അന്നത്തെ ട്രെയിനിങ് പീരീഡിലൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ റിക്രൂട്ട്സും അല്ലെങ്കിൽ ട്രെയിനീസ് വരുന്നവരും ഇന്നത്തെ റിക്രൂട്ട്സും ട്രെയിനീസൊക്കെ തമ്മിൽ ഭൂമി ആകാശം തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെയായിരുന്നു. ഈ ആസാമിലുണ്ട് ഗൂർഖാസ്, അവരുടെ ഒരായുധമാണിത്. സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച ശേഷവും പൊതുരംഗത്ത് സജീവമായിരുന്ന സുബ്രഹ്മണ്യൻ 10 വർഷത്തോളം ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറായി പ്രവർത്തിച്ചു. മികച്ച കർഷകൻ കൂടിയായ അദ്ദേഹം നിലവിൽ തൃത്താല ബ്ലോക്ക് എക്സ് സർവീസ് അസോസിയേഷൻ പ്രസിഡന്റാണ്. രാജ്യത്തിന്റെ അതിർത്തികൾക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി ജീവിതത്തിലെ 3 പതിറ്റാണ്ടിലേറെ സമർപ്പിച്ച അദ്ദേഹത്തിന്റെ ജീവിതം പുതുതലമുറയ്ക്ക് രാജ്യസേവനത്തിന്റെയും അച്ചടക്കത്തിന്റെയും അർപ്പണബോധത്തിന്റെയും പാഠമാണ്. സ്വാതന്ത്ര്യദിനം വീണ്ടും എത്തുമ്പോൾ രാജ്യത്തിനായി കാവൽ നിന്ന കാലത്തിന്റെ ഓർമ്മകൾ ഇന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ അഭിമാനത്തോടെ നിറയുകയാണ്. പരേതയായ വിശാലക്ഷ്മിയാണ് സഹധർമ്മിണി. പരേതനായ ഹരീഷ് കുമാർ, ബിന്ദു, സിന്ധു എന്നിവർ മക്കളും പ്രജിഷ, വിനോദ്, മനോജ് എന്നിവർ മരുമക്കളുമാണ്.